ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ കുക്കർ ഷവായ ഉണ്ടാക്കിയാലോ. ഹോം മെയ്ഡ് കുക്കർ ഷവായക്ക് വേണ്ട ചിക്കൻ നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അത്യാവശ്യം ലിവറും പാർട്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി സുന്ദരക്കുട്ടപ്പനാക്കി എടുത്തു. ഇനി നമുക്കത് നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് നന്നായി വരഞ്ഞെടുക്കാം. ഫോർക്ക് എടുത്ത് കുത്തിയാലും മതി കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ ഫോർക്ക് അപ്പോൾ ഇല്ലേന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്തത്. അപ്പോൾ നല്ലപോലെ മസാല ഇറങ്ങാൻ വരഞ്ഞു കൊടുക്കുക. പിന്നെ നമുക്ക് അതിന് കാശ്മീരി മുളക്, പിരിമുളക് എന്നൊക്കെ പറയും, ആ മുളക് എടുത്തിട്ട് അതിൻ്റെ ഞെട്ടൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് 2 ടീസ്പൂൺ വിനാഗിരിയിൽ വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെക്കാം. കുറുകി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു 1.5 പിടി ചീരുള്ളി, 1 പിടി വെളുത്തുള്ളി, വലിയ ഒരു തക്കാളി, 1 പിടി ചപ്പും പൊതിനയും. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2.5 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്തിട്ട്, നിങ്ങൾ ചിക്കൻ്റെ വലിപ്പത്തിനനുസരിച്ചും നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചും കേട്ടോ ഗരം മസാല ആഡ് ചെയ്യേണ്ടത്. ഇത് നമുക്കിനി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ആ അരപ്പ് നമുക്ക് ആ ചിക്കനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ആ മിക്സിയിലോട്ട് തന്നെ നമ്മൾ ഈ കാശ്മീരി മുളക് അഥവാ പിരിമുളക് എന്ന് പറയണത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു, അത് നമുക്ക് മിക്സിയിലോട്ട് ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്ത അരപ്പ് നമ്മൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. വലിയ എരിവൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനത് മുഴുവൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് നമ്മളത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും നല്ല പുരട്ടണേ. എനിക്ക് വലിയൊരു ഊക്കില്ലാത്തതിൻ്റെ കയ്യിന് ചെറിയൊരു മുറിയുണ്ട്. ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കൊണ്ട് കൈയൊക്കെ ആകെ തൊലി പോയി നന്നായി ഇതായിട്ടുണ്ട്. ഒരു മടി ഇതാക്കാൻ അത്യാവശ്യം നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ഉള്ളിലോട്ടും എല്ലായിട്ടും അരപ്പ് നന്നായി തേച്ച് കൊടുക്കുക. മസാല നന്നായി തേച്ച ശേഷം ഇതൊരു ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനതൊരു 5-6 മണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിരുന്നു. പിന്നെ ഉപ്പിച്ചിരി കുറവായിരുന്നു, അപ്പോൾ പിന്നെ ഉപ്പ് ഞാൻ ആ ഗ്രേവിക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇത് നമ്മൾ ഇനി നന്നായി കുക്കറിൽ ഇട്ടിട്ട് വേവിച്ച് കൊടുക്കുക. അതിൻ്റെ ഗ്രേവിയും കൂടി ഒഴിച്ച് കൊടുക്കണേ. ഇനി ഇത് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. അടച്ച് വെച്ച് നന്നായി വേവിക്കാം. ഇത് 2 വിസിൽ വരെ അടിച്ചാൽ മതി. അധികമായതോ ചിക്കൻ എല്ലും വന്ന് ഈ ചിക്കൻ വേറിടും. എൻ്റെത് അത്യാവശ്യം നല്ലോണം വെന്തിരുന്നു. അപ്പോൾ ഞാനൊരു 2 വിസിലൊക്കെ അടിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായി വെന്തിരുന്നു. ഇനി നമുക്ക് ആ ചിക്കൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ശരിക്ക് സാധാ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. എനിക്ക് സൺഫ്ലവർ ഓയിൽ മതി എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ വെച്ചാൽ ജസ്റ്റ് ഒന്ന് പുറം ഭാഗം ഒരു ഇതായി കിട്ടിയാൽ മതി, അധികമൊന്നും ഇതാവണ്ട. കാരണം നമ്മളെ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇനി പ്രശ്നമല്ല. ജസ്റ്റ് ഒന്ന് അപ്പുറപ്പുറം ഒന്ന് ഫ്രൈ പോലെ ആയാൽ മതി. ചെയ്ത ഫ്ലേവർ ജസ്റ്റ് കിട്ടിയാൽ മതി. അത് കുറച്ച് വലിയ പാൻ എടുക്കണേ നിങ്ങൾ എടുക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ഞാൻ ചെറിയ പാൻ എടുത്തും ചെയ്തു, എനിക്ക് തിരിച്ചാനും മറിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായി. ചിക്കൻ ഫ്രൈ ചെയ്ത ശേഷം അതിൻ്റെ ഗ്രേവി നമ്മൾ നല്ല തിക്കാക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് സ്റ്റൗവിൽ വെച്ചിരുന്നു. അത് നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ ചെയ്ത ചിക്കൻ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കുക്കർ ഷവായ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മൾ പുറത്തുനിന്ന് കഴിക്കണ അതേ ഫ്ലേവർ ആട്ടോ ഈ ഷവായക്ക്. കാരണം ഇനി കടയിലൊന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.